ഇത്രയും വർഷത്തെ സർവീസിൽ ഇത് ഒരു തവണ പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം നിന്റെ കരുണ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആയി തീരില്ലല്ലോ. സാർ, ആ മണിയോടെ വെക്ക്. എങ്ങനെ സാർ കണ്ടത്? എടാ വിഡി, നടക്കുമ്പോ സൗണ്ട് വരില്ലേടാ. ഇത് കുലിക്കേണ്ടത് ഇങ്ങനെയും കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയും. സാറിന് എന്തൊരു ബുദ്ധിയായത്. ഞാൻ സാറിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയല്ലേ. സ്റ്റേഷനിൽ ആരോ വരുന്നുണ്ട്, കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞിട്ട്. ഓ അതോ, 8:30 ട്രെയിൻ. ഇനി എത്രയോ സമയമുണ്ട്. അതിനിടയ്ക്ക് ടിഫിൻ കൂടി കഴിച്ചേക്കാം. ഈ കോമൺ ബാത്റൂം എവിടെ? അവിടെ. താങ്ക്സ്. ആരാടിയത്? ദൈവമേ, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോടാം. ഇനി പോകണ്ട. രവിനാരായണൻ? അതെ. സേതുരാമൻ IPS. എനിക്കറിയാം. ഞാനും രാജ്മോഹൻ പറഞ്ഞിട്ടുണ്ട്. ഈ അഡ്രസ് അന്വേഷിച്ചു. കോഫി കുടിക്കാം. എനിക്കും. ഇത് രവി. ആവറേജ് ലുക്കുണ്ട്. അകത്ത് പോയി സംസാരിക്കേ. ആ ഫോണിൽ റെസ്റ്റ് കൊടു. അച്ഛാ, ഡോണ്ട് എംബാരസ് മീ. ഇതാരാ? എന്റെ മൂത്ത മോള്. കൊള്ളാം സർ. അറിയാം. നോക്കരുത്. അവൾക്ക് ആൾറെഡി കല്യാണം ഉറപ്പിച്ചിരിക്കുക. പയ്യൻ പൈലറ്റ്. വേണമെങ്കിൽ നീ ഇവന്റെ കൂടെ ഇഷ്ടം പോലെ കറങ്ങിക്കോ. ഇവൾ എന്റെ ഭാര്യ ലളിത. ഹലോ. ഇപ്പോഴിവിടെ ദേഷ്യപ്പെട്ടു പോയത് നേഹ. അകത്ത് നാണിച്ചിരിക്കുന്നത് ഓഹ. അപ്പൊ ഇതോ? നിഹാൽ. മൊത്തത്തിലൊരു ഹാഫ് ഫാമിലി ആണല്ലോ. ദോ അവൻ ഒരു കള്ളൻ. നിനക്കെങ്ങനെ അറിയാം? മണം വരുന്നുണ്ട്. എന്റെ പെർഫ്യൂം മോഷ്ടിച്ചു. സോറി, അവനൊരു എക്സ് കള്ളനാ. എപ്പോഴൊക്കെ മോഷ്ടിച്ചാലും അപ്പോ തന്നെ പിടിക്കപ്പെടുന്നത് അവന്റെ സ്പെഷ്യാലിറ്റി. അമ്മോ, സോറി ചേച്ചി, മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇതാരോടും പറയണ്ട കേട്ടോ. ഏയ് കസണ്ടി മാൻ. എങ്ങോ ആരും ജോലി കൊടുക്കാത്തോണ്ട് കുരിശ് ഇപ്പൊ എന്റെ തല ഇരിക്ക. ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ രണ്ടാമത്തെ മോള്. ഓ, എത്ര വയസ്സായി? 8 years, 2003 born. അപ്പൊ സാറിന് വേറെ ജോലി ഇല്ലായിരുന്നോ? എന്താണോ ഈ പറയുന്നത് ലേഡീസ് ഇരിക്കുമ്പോ? എന്താളിയാ എല്ലാരും ഹാളിൽ നിൽക്കുന്നേ? ബെഡ്റൂം കാലിയല്ലാത്തോണ്ടാ? ഒന്ന് ചുമ്മാ ഇരിളിയാ. പിന്നല്ലാതെ. ഇട ക്രിമിനൽസിനെ വീട്ടിൽ കൊണ്ടുവരുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറയണം? അതെ, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോ ജീപ്പ് കേടായി പോയി. നിന്നോട് ലിഫ്റ്റ് ചോദിക്കാൻ കയറിയതാ. സുഖാണോ ഏട്ടാ? കോഫി കുടിക്കുമല്ലോ അല്ലേ? ബിരിയാണി ആയിക്കോട്ടെ. ആരോട് ഇങ്ങനെ പെരുമാറണമെന്നറിയില്ല. കോഫി കുടിക്കുന്നു. എന്താളിയാ കേസ്? കമ്മീഷണർ വീട്ടിൽ നിന്ന് കോസ്റ്റ്ലി ബിയർ മോഷ്ടിച്ചെന്ന് ഇന്നലെ മുതൽ എത്ര തല്ലിട്ട് എവിടെ വെച്ചിരിക്കുന്നെന്ന് പറയുന്നില്ല. നീ ചോദിച്ചിട്ടു വാ. ആരാ സാർ ഇത്? OR വാസുദേവ്, വലിയ CI, ഇന്ററോഗേഷൻ സ്പെഷ്യലിസ്റ്റ്. ബൈ ബൈ. വലിയ വലിയ ക്രിമിനൽസിനെ വരെ തറപറ്റിച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പുകഴ്ത്തരുത്. അങ്ങനെയുള്ള അളിയനോട് ഇവനൊന്നും പറയുന്നില്ലെന്ന് വെച്ചാൽ? അതാണ് അളിയ എനിക്ക് മനസ്സിലാവാത്തത്. കല്ല്, ചെയിന്, ലാത്തി അതൊന്നും പോരാഞ്ഞിട്ട് നഖത്തിൽ മൊട്ടസി വരെ കയറ്റി. കമ്മീഷണർ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അത് വിറ്റ ഷോപ്പുകാരൻ തന്നെയാണ് സാർ മോഷ്ടിക്കാൻ പറഞ്ഞത്. എല്ലാം ട്രൈ ചെയ്തെന്ന് പറഞ്ഞോണ്ടാ പെൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഇവന് കുറച്ച് പൂക്കളെയും പെണ്ണുങ്ങളെയും കാണിച്ചു കൊടുക്കടാ. വല്ലാതെ വയലന്റ് ആയവൻ. ഫ്ലവേഴ്സ് ആരെങ്കിലും തിന്നോ? കോളിഫ്ലവർ തിന്നില്ലേ? ഇങ്ങനെ തിന്നാ നീ നിന്റെ അമ്മയെ പോലെ തടിച്ചു പോകും. എന്തോ നിന്റെ ഈ ശ്രദ്ധ കണ്ടിട്ട് ശരിക്കും സ്വന്തം മോളെ നോക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഐ ലവ് യു. ലൈഫ് ബോയ്. എന്റെ കാര്യത്തിൽ ലൈഫും ഇല്ല, ബോയും ഇല്ല. എന്താ മോളെ കർട്ടന്റെ പുറകെ മറിഞ്ഞിരിക്കുന്ന എന്താ? ഇങ്ങ് പുറത്തു വാ. ഞാൻ പുറത്തന്നെ അച്ഛൻ നിക്കുന്നേ.
സൂക്ഷിക്കണേ മോളെ, ഈ റൂട്ടിൽ പൂവാലന്മാര് കൂടുതലാ. എന്നെ ആര് നോക്കാനാ അച്ഛാ? കാണും മോളെ ഏതെങ്കിലും തലതിരിഞ്ഞോമാര്. എവിടേക്കാ? ഇവിടെ അടുത്ത് ക്രിക്കറ്റ് ബെറ്റിംഗ് ഉണ്ട്. ബെറ്റിങ്ങോ? എങ്കിൽ വായട്ടാ, എനിക്കൊരു 5 ലക്ഷം രൂപ ഇവിടെ ആവശ്യമുണ്ട്. 5 ലക്ഷം? എമൗണ്ട് കേട്ട് പേടിക്കണ്ട, ഇതിലൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിൽ നിന്റെ എക്സ്പീരിയൻസ് എനിക്കൊന്ന് കാണണം. ബെറ്റിനുള്ള കാശൊക്കെ ഞാൻ തരാം. അടിച്ചു മാറ്റിയതായിരിക്കും. പിന്നല്ലാതെ കാശ് ആരുടെ ആണെങ്കിലും ഉപയോഗിക്കാനുള്ളതല്ലേ. ഇവളേതാ? അവളെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലേ. ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് ഇതാണോടാ? ഏയ് നോക്കട്ടെ, അവൾ ചിരിച്ചപ്പോ ഒരു പ്രകാശം വന്നത്. പുറകെ മഴയും കൂടെ വരുന്നുണ്ട്. മഴ വന്നാലും ഞാനെന്ന് അവളുടെ അടുത്ത് പോവാ. അവിടെ അടുത്ത് പോയാൽ എങ്ങനെയാണ് 5 ലക്ഷം കിട്ടുന്നത്? എടാ, അവിടെ നില്ല, അവിടെ നില്ല. ഹായ് രവി. മാധു, കുറച്ചു മുമ്പ് കുട്ടി ചിരിച്ചപ്പോ ഒരു പ്രകാശം, അതായത് ഈ ട്വിങ്കിൾ പോലെ വന്നല്ലോ. അത് ഈ ക്ലിപ്പിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. ഇങ്ങ് പോരെ. ഇനി ചിലപ്പോ കാണിക്കുന്നത് ചെരുപ്പായിരിക്കോടാ. ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഓ തലവിധി. ഹലോ, ഈ ഹോട്ട് ടീ എവിടെ കിട്ടും? അവിടെ ഉണ്ട്. ഓ എങ്കിൽ പോരണം കുടി. അച്ഛനെന്ത് ചെയ്യുന്നു? രണ്ടാമത് മാരേജ് ചെയ്തു. അപ്പോ അമ്മയോ? ചത്തുപോയി. ഓ സോറി. ഇപ്പോഴത്തെ അമ്മ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ ഇനി എന്താ ചോദിക്കുക? ഒരു ചായ കുടിച്ചാലോ? ഈ തണുത്ത മഴയത്ത് വെറുതെ ഒരു ചായ കുടിച്ചാ നല്ലായിരിക്കും. അല്ല, ബസ് വരാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ. ഒരു ചായ കുടിക്കാവുന്നേ ഉള്ളൂ. ബസ് വന്നു. ഹാപ്പി ജേണി. അല്ല, പേര് പറഞ്ഞില്ല.